എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചാണ്. പതിറ്റാണ്ടുകൾ നീണ്ടുനിന്ന ലക്ഷക്കണക്കിന് ആളുകളുടെ ത്യാഗവും സ്വപ്നങ്ങളും പോരാട്ടവുമൊക്കെ ചേർന്ന ഒരു വലിയ കഥയാണിത്. അപ്പോ ഈ വലിയ ചരിത്രം നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി 5 ഭാഗങ്ങളായിട്ട് നോക്കാം. അതായത് സ്വാതന്ത്ര്യം എന്നൊരു ചിന്ത എങ്ങനെയാണ് തുടങ്ങിയത്, പിന്നെ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന വലിയ സമരങ്ങള്, അതുകൂടാതെ വേറെ ഏതൊക്കെ വഴികളിലൂടെയായിരുന്നു പോരാട്ടങ്ങൾ നടന്നത്, അങ്ങനെ അവസാനം രക്തം ചിന്തിയ ആ വിഭജനവും സ്വാതന്ത്ര്യലബ്ധിയും വരെ നമുക്ക് ഈയൊരു യാത്ര തുടങ്ങാം. അപ്പോ നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. ഈ സ്വാതന്ത്ര്യ സമരം ശരിക്കും എവിടെ നിന്നായിരിക്കും തുടങ്ങിയിട്ടുണ്ടാവുക? നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഏതെങ്കിലും യുദ്ധക്കളത്തിൽ നിന്നാണെന്ന്, അല്ലേ? പക്ഷെ അല്ല, അതിന്റെ തുടക്കം വളരെ ശക്തമായ ഒരു സാമ്പത്തിക വാദത്തിൽ നിന്നായിരുന്നു. ദാദാഭായ് നവറോജിയുടെ ഈയൊരു തിയറി ശരിക്കും പറഞ്ഞാൽ ആളുകളുടെ കണ്ണ് തുറപ്പിക്കുന്ന ഒന്നായിരുന്നു. അതുവരെ പലരും വിശ്വസിച്ചിരുന്നത് ബ്രിട്ടീഷുകാർ നമ്മളെ നന്നാക്കാൻ വന്നവരാണെന്നൊക്കെയാണ്. പക്ഷെ അല്ല, അവർ നമ്മുടെ രാജ്യത്തിന്റെ സമ്പത്ത് മുഴുവൻ ഊച്ചിക്കൊണ്ടു പോവുകയാണെന്ന ആ ഒരു തിരിച്ചറിവില്ലേ, അതാണ് ആദ്യമായി ഇന്ത്യക്കാരെ ഒരുമിപ്പിച്ചത്. ബ്രിട്ടനെതിരെ പോരാടാൻ നമുക്കെല്ലാവർക്കും കൂടി ഒരു പൊതുവായ കാരണം കിട്ടിയെന്ന് പറയാം. അങ്ങനെ സമരം മുന്നോട്ടു പോകുമ്പോഴാണ് 2 പ്രധാനപ്പെട്ട ചിന്താധാരകൾ രൂപപ്പെടുന്നത്. ഒന്നാമത്തെ കൂട്ടർ മിതവാദികൾ. അവരെ വിശ്വസിച്ചതെന്താന്ന് വെച്ചാൽ, നമുക്ക് ബ്രിട്ടീഷുകാരോട് സംസാരിക്കാം, പരാതികൾ കൊടുക്കാം, അങ്ങനെ പതിയെ പതിയെ കാര്യങ്ങൾ നേടിയെടുക്കാം എന്നായിരുന്നു. പക്ഷേ മറ്റേ വിഭാഗം തീവ്രവാദികൾ, അവർക്ക് ഇതിലൊന്നും വിശ്വാസമുണ്ടായിരുന്നില്ല. അവര് പറഞ്ഞു, ഇതൊന്നും നടക്കാൻ പോകുന്നില്ല, സ്വാതന്ത്ര്യം നമ്മുടെ ജന്മാവകാശമാണ്, അത് യാചിച്ചു വാങ്ങേണ്ട ഒന്നല്ല, പോരാടി തന്നെ നേടണം. ഇനി നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോകാം. അതുവരെ കുറച്ച് നേതാക്കളുടെയും പഠിപ്പുള്ളവരുടെയും ഇടയിൽ മാത്രമായി ഒതുങ്ങിനിന്ന ഈ സമരം എങ്ങനെയാണ് രാജ്യത്തെ കോടിക്കണക്കിന് സാധാരണക്കാരുടെ സ്വന്തം പോരാട്ടമായി മാറിയത്? ആ ഒരു വലിയ മാറ്റത്തിനു പിന്നിൽ ഒരു ഒറ്റയാളുടെ വരവായിരുന്നു നിർണായകം. അത് മറ്റാരുമല്ല, മഹാത്മാഗാന്ധി. അദ്ദേഹമാണ് ഈ സമരത്തിന് ഒരു ജനകീയ മുഖം നൽകിയത്. അപ്പോ എന്തായിരുന്നു ഗാന്ധിജിയുടെ ഏറ്റവും വലിയ ആയുധം? സത്യാഗ്രഹം. എന്തായി സത്യാഗ്രഹം എന്ന് പറഞ്ഞാൽ? വളരെ ലളിതമാണ്. സത്യത്തിനു വേണ്ടി ആഗ്രഹിക്കുക. അതായത് നമ്മൾ തിരിച്ചു തല്ലാനോ അക്രമം കാണിക്കാനോ പോകുന്നില്ല. പകരം അഹിംസയുടെ വഴിയിലൂടെ സമാധാനപരമായി അനീതിയെ നമ്മൾ നേരിടും. ഈ ഒരു ലളിതമായ ആശയമുണ്ടല്ലോ, അത് സാധാരണക്കാരായ ലക്ഷക്കണക്കിനു മനുഷ്യരെയാണ് സ്വാതന്ത്ര്യ സമരത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്നത്. ബ്രിട്ടീഷ് ഭരണത്തിന്റെ ആ ക്രൂരത ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടാൻ ഗാന്ധിജി ഒരു ബ്രില്യന്റ് ഐഡിയ കൊണ്ടുവന്നു. അതിനുവേണ്ടി അദ്ദേഹം തെരഞ്ഞെടുത്തത് വളരെ ലളിതമായ പക്ഷെ അങ്ങേയറ്റം ശക്തമായ ഒരു പ്രതീകമായിരുന്നു. അത് ബ്രിട്ടീഷുകാർക്ക് വലിയൊരു തലവേദനയുമായി. എന്തായിരിക്കും അതെന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? നമ്മുടെയെല്ലാം വീടുകളിലുള്ള ഉപ്പ്. ഒന്നാലോചിച്ചു നോക്കൂ, ഒരു നേരം പോലും ഉപ്പില്ലാതെ ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത സാധാരണക്കാരുടെ മേലാണ് ബ്രിട്ടീഷുകാർ നികുതി ചുമത്തിയത്. ഇതിനെതിരെ ഗാന്ധിജി നേരെ കടപ്പുറത്തേക്ക് നടന്നു. ആ ഒരു നടത്തം, അവസാനം കയ്യിലെടുത്ത ആ ഒരു പിടി ഉപ്പ്, അത് ശരിക്കും ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ അടിത്തറ ഇളക്കിയെന്ന് തന്നെ പറയാം. ആ ഒരൊറ്റ മാർച്ച് ബ്രിട്ടീഷ് ഭരണത്തിന്റെ അനീതി ലോകം മുഴുവൻ കാണിച്ചുകൊടുത്തു. അതൊരു തുടക്കമായിരുന്നു. രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തും ആളുകൾ ബ്രിട്ടീഷ് നിയമങ്ങൾ ലംഘിക്കാൻ ധൈര്യം കാണിച്ചു തുടങ്ങി. പിന്നെ ഈ സമരങ്ങൾക്ക് മറ്റൊരു വലിയ പ്രത്യേകത കൂടിയുണ്ടായിരുന്നു. എന്താണെന്നറിയാമോ? അതുവരെ വീടിന്റെ 4 ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങിക്കഴിഞ്ഞിരുന്ന ആയിരക്കണക്കിന് സ്ത്രീകൾ ആദ്യമായിട്ട് തെരുവിലിറങ്ങി. അവർ സമരത്തിന്റെ മുൻനിരയിൽ തന്നെ നിന്നു. സരോജിനി നായിഡുവിനെ പോലുള്ള ശക്തരായ നേതാക്കൾ ഈ സമയത്ത് ഉയർന്നുവന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ സമൂഹത്തിൽ ഒരു നിശബ്ദ വിപ്ലവം തന്നെയായിരുന്നു. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, സ്വാതന്ത്ര്യത്തിലേക്കുള്ള വഴി ഗാന്ധിജിയുടെ അഹിംസയുടെ പാദം മാത്രമായിരുന്നില്ല. ആ ഒരൊറ്റ ലക്ഷ്യത്തിനു വേണ്ടി ഒരുപാട് പേർ പല വഴികളിലൂടെ പോരാടിയിരുന്നു. സ്വതന്ത്ര ഇന്ത്യയെക്കുറിച്ച് ഓരോരുത്തർക്കും അവരവരുടേതായ കാഴ്ചപ്പാടുകളും സ്വപ്നങ്ങളുമുണ്ടായിരുന്നു. അങ്ങനെയുള്ളവരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളായിരുന്നു സുഭാഷ് ചന്ദ്രബോസ്. അദ്ദേഹത്തിന്റെ പോളിസി വളരെ സിമ്പിളായിരുന്നു: ശത്രുവിന്റെ ശത്രു മിത്രം. ബ്രിട്ടീഷുകാരോട് സമാധാനപരമായി സംസാരിച്ചിട്ട് കാര്യമില്ല, ആയുധം എടുത്ത് തന്നെ പോരാടണം എന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു. ഇതിനുവേണ്ടി അദ്ദേഹം വിദേശ രാജ്യങ്ങളുടെ സഹായം തേടി ഇന്ത്യൻ നാഷണൽ ആർമി അഥവാ INA എന്നൊരു സൈന്യത്തിന് തന്നെ രൂപം കൊടുത്തു. നേതാജി മാത്രമല്ല, വേറെയും ഒരുപാട് ധാരകൾ ഈ സമരത്തിന്റെ ഭാഗമായിരുന്നു. ഒരു വശത്ത് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരെ ലക്ഷ്യം വെച്ച് സായുധ പോരാട്ടം നടത്തിയ ചന്ദ്രശേഖര ആസാദിനെ പോലുള്ള വിപ്ലവകാരികൾ.
മറുവശത്ത് തൊഴിലാളികളുടെയും കർഷകരുടെയും അവകാശങ്ങൾക്കു വേണ്ടി ശബ്ദമുയർത്തിയ സോഷ്യലിസ്റ്റുകളും കമ്മ്യൂണിസ്റ്റുകളും. അതുമാത്രമല്ല, ജാതിവ്യവസ്ഥ പോലുള്ള സാമൂഹിക അനീതികൾക്കെതിരെ പോരാടിയ പരിഷ്കർത്താക്കളുമുണ്ടായിരുന്നു. ഇവരെല്ലാം സ്വാതന്ത്ര്യസമരത്തിന്റെ ഭാഗം തന്നെയായിരുന്നു. ഈ സമയത്താണ് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഉയർന്നുവന്നത്. നമ്മൾ ഈ പറയുന്ന സ്വാതന്ത്ര്യം ആർക്കുവേണ്ടിയുള്ളതാണ്? ബ്രിട്ടീഷുകാർ പോയി പകരം ഇന്ത്യക്കാർ ഭരിച്ചാൽ മാത്രം മതിയോ? നൂറ്റാണ്ടുകളായി സമൂഹത്തിൽ അടിച്ചമർത്തപ്പെട്ട ദളിത് വിഭാഗങ്ങൾക്ക് ഈ സ്വാതന്ത്ര്യം കൊണ്ട് യഥാർത്ഥത്തിൽ എന്തെങ്കിലും പ്രയോജനം കിട്ടുമോ? ഈയൊരു ചോദ്യം അക്കാലത്തെ രണ്ട് അധികായന്മാരായ നേതാക്കൾ തമ്മിലുള്ള വലിയൊരു ആശയസംഘട്ടനത്തിന് തന്നെ വഴിവെച്ചു. ഗാന്ധിജി കണ്ടത് ഐത്തം ഹിന്ദുമതത്തിനുള്ളിലെ ഒരു പ്രശ്നമായാണ്. അത് മതത്തിനുള്ളിൽ നിന്ന് തന്നെ പരിഹരിക്കണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട്. എന്നാൽ ഡോക്ടർ അംബേദ്കർക്ക് തീർത്തും വ്യത്യസ്തമായൊരു കാഴ്ചപ്പാടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഇവിടെ പ്രശ്നം ഐത്തം മാത്രമല്ല, ജാതി വ്യവസ്ഥ മൊത്തത്തിലാണ്. അതുകൊണ്ട് സാമൂഹിക പരിഷ്കരണം മാത്രം പോരാ, ദളിതർക്ക് രാഷ്ട്രീയ അധികാരം കയ്യിൽ കിട്ടണം. അതുവഴി മാത്രമേ യഥാർത്ഥ മോചനം സാധ്യമാവൂ. നോക്കൂ, സ്വാതന്ത്ര്യം എന്ന വാക്കിന് എത്ര വ്യത്യസ്തമായ അർത്ഥങ്ങളാണവർ നൽകിയത്. അങ്ങനെ രണ്ടാം ലോകമഹായുദ്ധം കഴിഞ്ഞതോടെ ബ്രിട്ടൻ സാമ്പത്തികമായി ആകെ തളർന്നു. ഇതോടെ ഇന്ത്യൻ സ്വാതന്ത്ര്യസമരം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക്, ആ ക്ലൈമാക്സിലേക്ക് കടക്കുകയായിരുന്നു. ഇനി ചർച്ചകൾക്കോ നിവേദനങ്ങൾക്കോ സ്ഥാനമില്ല. അവസാനത്തെ ഒരു പോരാട്ടം, ആ ഒരു നിലയിലേക്ക് കാര്യങ്ങളെത്തി. അപ്പോഴാണ് ഗാന്ധിജി ആ ചരിത്രപരമായ ആഹ്വാനം നൽകുന്നത്: പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, ഡു ഓർ ഡൈ. ആ വാക്കുകൾ ഒരു തീപ്പൊരി പോലെ രാജ്യം മുഴുവൻ പടർന്നു. ബ്രിട്ടീഷുകാർ ഉടൻ ഇന്ത്യ വിട്ടു പോകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന് അതോടെ തുടക്കമായി. അതൊരു ഫൈനൽ വാണിംഗ് ആയിരുന്നു, ഒരു അന്തിമശാസനം. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം രാജ്യത്തെ ഇളക്കിമറിച്ചു. തൊട്ടുപിന്നാലെ റോയൽ ഇന്ത്യൻ നേവിയിൽ നടന്ന കലാപം ബ്രിട്ടീഷുകാർക്കൊരു കാര്യം കൃത്യമായി മനസ്സിലാക്കിക്കൊടുത്തു: ഇനി അധികകാലം ഇന്ത്യയിൽ ഭരണം തുടരാൻ പറ്റില്ല. കാരണം തങ്ങൾ വിശ്വസിച്ചിരുന്ന സ്വന്തം സൈന്യം പോലും തങ്ങൾക്കെതിരെ തിരിയുകയാണ്. കളി കൈയിൽ നിന്നു പോയി എന്നവർക്ക് മനസ്സിലായി. പക്ഷേ സ്വാതന്ത്ര്യം തൊട്ടരികിലെത്തിയെന്ന് നമ്മൾ ആശ്വസിച്ചപ്പോഴാണ് മറ്റൊരു വലിയ ദുരന്തം രാജ്യത്തെ കാത്തിരുന്നത്. വർഗീയതയുടെ രൂപത്തിൽ വന്ന ആ വിപത്ത് നമ്മുടെ രാജ്യത്തെ രണ്ടായി കീറിമുറിക്കാൻ പോവുകയായിരുന്നു. അപ്പോ എങ്ങനെയാണ് നൂറ്റാണ്ടുകളോളം ഒരുമിച്ചു കഴിഞ്ഞിരുന്ന മനുഷ്യർക്കിടയിൽ ഇത്ര വലിയൊരു പിളർപ്പുണ്ടായത്? ഇതിന് പ്രധാനമായും രണ്ട് കാരണങ്ങളുണ്ട്. ഒന്നാമത്തേത് ബ്രിട്ടീഷുകാരുടെ കുപ്രസിദ്ധമായ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന പോളിസി. രണ്ടാമത്തേത് ഒരുമിച്ചൊരു പരിഹാരം കാണുന്നതിൽ നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ പരാജയപ്പെട്ടത്. ഈ രണ്ട് കാര്യങ്ങളും ഒന്നിച്ചു വന്നപ്പോൾ മതത്തിന്റെ പേരിൽ രാജ്യം വിഭജിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുങ്ങി. ഇന്ത്യയെ ഒന്നായി നിർത്താനുള്ള അവസാനത്തെ ശ്രമമായിരുന്നു ക്യാബിനറ്റ് മിഷൻ പ്ലാൻ. പക്ഷേ അതും പരാജയപ്പെട്ടു. അതോടെ കാര്യങ്ങൾ കൂടുതൽ വഷളായി. മുസ്ലിം ലീഗ് പ്രത്യക്ഷ കർമ്മദിനം ആചരിക്കാൻ ആഹ്വാനം ചെയ്തു. അത് കൽക്കത്തയിൽ ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ട ഭീകരമായ ഒരു വർഗീയ കലാപത്തിലേക്കാണ് നയിച്ചത്. ആ സംഭവത്തോടെ വിഭജനം ഇനി ഒഴിവാക്കാനാവില്ലെന്ന് എല്ലാവർക്കും ഉറപ്പായി. അങ്ങനെ 1947 ഇന്ത്യ കാത്തിരുന്ന സ്വാതന്ത്ര്യം യാഥാർത്ഥ്യമായി. പക്ഷേ ആ സ്വാതന്ത്ര്യത്തിന് നമ്മൾ കൊടുക്കേണ്ടി വന്ന വില വളരെ വലുതായിരുന്നു: വിഭജനം. ചരിത്രം കണ്ട ഏറ്റവും വലിയ കൂട്ടപ്പലായനത്തിനാണ് അന്ന് ലോകം സാക്ഷ്യം വഹിച്ചത്. കോടിക്കണക്കിന് മനുഷ്യർക്ക് അവരുടെ വീടും നാടും വിട്ട് ഓടിപ്പോകേണ്ടി വന്നു. ലക്ഷക്കണക്കിനു പേർക്ക് ആ വർഗീയ ലഹളകളിൽ ജീവൻ നഷ്ടപ്പെട്ടു. അപ്പോ ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഒരു വശത്ത് ലോകത്തിന് മാതൃകയായ അഹിംസാ സമരത്തിലൂടെ നേടിയ സ്വാതന്ത്ര്യത്തിന്റെ അഭിമാനം, മറുവശത്ത് വിഭജനത്തിന്റെ ഒരിക്കലും ഉണങ്ങാത്ത മുറിവുകൾ. ഈ രണ്ട് യാഥാർത്ഥ്യങ്ങളും ഒരുമിച്ചു പേരുന്ന ഒരു രാഷ്ട്രം. അതിന്റെ മുന്നോട്ടുള്ള വഴി എങ്ങനെയാണ് കണ്ടെത്തേണ്ടത്? ആ ചോദ്യം ഇന്നും നമുക്ക് ഓരോരുത്തർക്കും മുന്നിൽ ഒരു വലിയ യാഥാർത്ഥ്യമായി തന്നെ നിൽക്കുന്നു.